ഹായ് ഗൈസ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പൊ ഞാൻ രാവിലെ എനിക്ക് ഇതാ കുളിക്കുകയാണ് കേട്ടോ ഗൈസ്. വൃത്തി എനിക്ക് മസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ എനിക്ക് കുളിക്കും, പിന്നെ കഴിക്കും. ഇപ്പൊ ഞാൻ ഒരാളെ നോട്ടിട്ടേക്കുവാണ്. ആരാണെന്ന് കാണിച്ചു തരാവേ. തന്റെ ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഫുട്ബോൾ കേട്ടോ ഗൈസ്. ഫുട്ബോൾ നമ്പർ 1. ഇവനെ ചൊറയിലാണ് എന്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. കണ്ട ഗൈസ്, ഇവൻ എന്നെ തിരിച്ചൊന്നും ചെയ്യത്തില്ല ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ തപ്പിടിടാൻ മുട്ടിയപ്പോ തപ്പിടിടാൻ പോയി ഗൈസ്. നിങ്ങൾക്കറിയാം ഗൈസ്, എന്റെ പോട്ടി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഇതാണ് എന്റെ പൊട്ടിപ്പാത്രം. അപ്പൊ ഞാനൊരു നല്ല കുട്ടിയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടിപ്പാത്രത്തിൽ മാത്രമേ കാര്യങ്ങളൊക്കെ സാധിക്കാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് വഴക്ക് വെക്കും ഗൈസ്. ഇപ്പൊ ആ സൈഡിൽ കൂടെ പോയതാണ് കേട്ടോ ഗൈസ് എന്റെ അമ്മ. ശരിക്കും കണ്ടു, ഞാൻ എന്റെ അമ്മ ഗോപു എന്നാണ് കേട്ടോ അമ്മയുടെ പേര്. എന്റെ അത് കഴിഞ്ഞ പിന്നെ ഫുഡാണ് ഗൈസ്. ചിക്കൻ ആണ് ഗൈസ് എന്റെ ഫേവറേറ്റ് ഫുഡാണ്. അതുകൊണ്ട് അമ്മ എനിക്ക് കുറെ തരും ഗൈസ്. കണ്ടു ഗൈസ് ചിക്കൻ. പിന്നെ ഞാൻ കുറച്ചു നേരം ഉറങ്ങാൻ വേണ്ടി പോവും. കണ്ടു ഗൈസ്, എന്റെ ന്യൂ സ്റ്റൈലാണ് കേട്ടോ ഈ ഉറക്കം. കണ്ടോ ഇറങ്ങി എനിക്കിപ്പത്തിനും ഈവനിങ് ആയി ഗൈസ്. സോ ഞങ്ങൾ പറമ്പിലോട്ട് ഇറങ്ങി. നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഇപ്പൊ എന്നെ കാണാൻ പറ്റും ഗൈസ്. സൂക്ഷിച്ചു നോക്കണേ. കണ്ടോ ഗൈസ്, ഇതാണ് എന്റെ ഫേവറേറ്റ് ട്രീ ആണ് കേട്ടോ ഗൈസ്. ഇത് ഇന്നും ഈവനിങ് ഞാൻ ഈ ട്രീയുടെ മുകളിൽ കയറാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. പക്ഷെ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ എന്റെ ചേച്ചിയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും ഗൈസ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ഇറങ്ങട്ടോ ഗൈസ്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. എന്റെ പേര് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് മിട്ടു എന്നാണ് കേട്ടോ ഗൈസ്. എന്റെ അമ്മ ഇരിക്കുന്നുണ്ടോ? അമ്മയുടെ കൂടെ ഒരാളെ കണ്ടോ ഗൈസ്. അവൻ എന്റെ ശത്രുവാണ് ഗൈസ്. ഞാനില്ലാത്ത സമയം നോക്കി അവൻ എന്റെ അമ്മയുടെ പാല് മുഴുവൻ കുടിക്കും ഗൈസ്. അതുകൊണ്ട് എനിക്ക് അവൻ ഇഷ്ടമല്ല. എന്റെ ഈ വീട്ടിലെ ഏക ശത്രുവാണ് കേട്ടോ ഗൈസ് അവൻ. പിന്നെ ഞാൻ ഇത് ഇറങ്ങാനുള്ള ഓരോ തയ്യാറെടുപ്പിലാണ്. കണ്ടോ ചേച്ചിയുടെ കൈ കണ്ടോ? ചേച്ചി ഇവിടെ ചവിട്ടുന്നൊക്കെ എന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയായിട്ടാണ് ഗൈസ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. പേടിയായാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങും കേട്ടോ ഗൈസ്. ഡെയിലി കയറുകയും ചെയ്യും. എനിക്ക് ഇഷ്ടമാണ് ഈ മരത്തിന്. ജാതിമരാണ് കേട്ടോ ഗൈസ് ഇത്. നിങ്ങളുടെ നാട്ടിലുണ്ടോ ജാതിമരം? അങ്ങനെ ഇതാ ഞാനിങ്ങനെ ഓരോ അടിവെച്ച് ഓരോ ചില്ലയിലോട്ട് ഇറങ്ങി. ഇപ്പൊ വീണേനെ ഗൈസ് ഞാൻ. ഭാഗ്യം കൊണ്ട് വീണില്ല ഗൈസ്. അങ്ങനെ ഞാന് ഒരുവിധം ഇതാ ഇറങ്ങുവാണ് കേട്ടോ ഗൈസ്. ഇപ്പൊ ഗൈസ് ഞാനിതാ റൂമിലെത്തി. ബെഡിൽ ഞാൻ കിടക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഗൈസ് എന്റെ ഫുട്ബോൾ നമ്പർ 2 ആണ് ഇത്. പൊന്നാര എന്നാണ് കേട്ടോ പേര്. 1ന്റെ പേര് പൊന്നി എന്നാണ്, 2ന്റെ പേര് പൊന്നാര. അപ്പൊ ഞാൻ പിന്നെ കുറച്ചു നേരം ഇവനെ ഇട്ട് ഇങ്ങനെ തട്ടിക്കളിക്കും. ഇവരെ രണ്ടുപേരെയും തട്ടിക്കളിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. കാരണം ഇവരെ തിരിച്ചൊന്നും ചെയ്യില്ല. കണ്ട ഗൈസ്, പാവങ്ങളാണ് ഗൈസ്. എന്നാൽ എനിക്ക് ഇഷ്ടമാണ് ഇവരെ ഇങ്ങനെ തട്ടിക്കളിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. എങ്ങനെ ഞാൻ പിന്നെ ക്ഷീണാവുന്ന വരെ ഇവരെ തട്ടിക്കളിക്കും. ക്ഷീണായി ഗൈസ്, ഞാനിതാ ഉറങ്ങി. അപ്പൊ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്.